നമസ്കാരം, എൻ്റെ പേര് ബിജു. ഞാൻ ആലപ്പുഴ ജില്ലയിൽ പാണാവള്ളിയിൽ താമസിക്കുന്നു. ഇവിടെ ഒരു കാറ്ററിംഗ് സർവീസ് നടത്തുകയാണ് ഞാൻ. ഈ ഓണക്കാലത്ത് നമ്മളുണ്ടാക്കുന്നത് ഒരു ഓണവിഭവമായ ഓലൻ ആണ്. നമുക്ക് ഇതിൻ്റെ ചേരുവകൾ എന്തോരാണ്, അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഒരു 150 ഗ്രാം ഉരുളക്കിഴങ്ങ്, ഒരു 100 ഗ്രാം വഴുതനങ്ങ, ഒരു 5 പച്ചമുളക്, വേപ്പില ഒരു 5 തണ്ട്, ഒരു 300-350 ഗ്രാം ഇളവൻ, ഒരു 50 ഗ്രാം വൻപയർ വെള്ളത്തിട്ടത്, ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, ഉപ്പ് പിന്നെ ആവശ്യത്തിന്, ഒരു തേങ്ങയുടെ പാല്, തേങ്ങാപ്പാൽ. ഇത്രയാണ് നമുക്കിതിന് വേണ്ട ചേരുവകൾ. അപ്പോൾ നമുക്ക് ഈ പച്ചക്കറികൾ അരിഞ്ഞെടുക്കാം. നമ്മുടെ പച്ചക്കറി ഇപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മളിതിപ്പോൾ അരിയാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഈ പച്ചക്കറി നമ്മൾ അരിഞ്ഞ് കഴുകി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇത് തയ്യാറാക്കാം. നമ്മുടെ സ്റ്റൗ കത്തിച്ച് ഓലൻ ഉണ്ടാക്കുന്ന വിധം നമുക്ക് തുടങ്ങാം ഉണ്ടാക്കി. നമ്മൾ ഇന്നലെ കുതിർത്തി വെച്ച വൻപയറാണ് ആദ്യം ഇടുന്നത്. നമ്മൾ വൻപയർ ഇട്ടു. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിക്കുക. ഇതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ച പച്ചക്കറി കൂടി അതിൽ ചേർക്കുക. നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ ഈ പയർ പെട്ടെന്ന് അങ്ങോട്ട് ബോയിലാവും. ഇതിപ്പോൾ നമ്മളെ പയർ ഒന്ന് തിളച്ചിട്ടുണ്ട്. നമുക്കിത് മാറ്റിയിട്ട് അതിൻ്റെ മൂടി മാറ്റിയിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചക്കറി അങ്ങോട്ട് ചേർത്തേക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടച്ച് ഇടാം. ഇത് നമുക്ക് ഒന്ന് നോക്കാം. ഏതാണ്ടൊക്കെ ഒരുവിധം വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് ചേർക്കാനുള്ള പരുവമായിട്ടുണ്ട്. ഉപ്പും ചേർത്ത് ഇത്തിരി വെളിച്ചെണ്ണയും ചേർക്കാം. നമ്മൾ ഒരു പകുതി ബോയിലായി കഴിയുമ്പോൾ തന്നെ ഫ്ലെയിം ഇത്തിരി കുറച്ച് വെച്ച് അതിൻ്റെ വെള്ളം നോക്കണം. ആ വെള്ളം തീ കുറച്ച് വയ്ക്കുന്നതനുസരിച്ച് നമുക്ക് വേവും കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ലേശം ഉപ്പ് ചേർക്കാം ഇതിൻ്റെ ആവശ്യത്തിനുള്ള. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിക്കാം. അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ നമുക്ക് കുറച്ചുകൂടി വേഗത്തിലാകണമെന്നുണ്ടെങ്കിൽ കുക്കറിൽ വെച്ചിട്ട് ഒരു വിസിലെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്നാകുന്നതാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ ഉരുളിയിൽ ചെയ്തിരിക്കുന്നത്. നമ്മളുടെ ഈ ഓലൻ ആയി കാണും. നമുക്കൊന്ന് നോക്കാം. ഏതാണ്ടൊക്കെ വേവ് എല്ലാം വെന്തിരിക്കുകയാണ്. ഇതിൻ്റെ വേവ് നോക്കേണ്ടത് നമുക്ക് നമ്മുടെ പയർ ആദ്യം വെന്തിട്ടുണ്ടോ നോക്കാണ്ട്. പയർ നമ്മൾ വെന്തിരിക്കുകയാണ്. ബാക്കി നമ്മൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് പേസ്റ്റ് പോലെ ആക്കുക. ചെറിയ രീതിയിൽ, ഒരുപാടാകണ്ട. ഇതിപ്പോൾ ഇതിൻ്റെ ഈ റെഡ് കളർ വരാൻ കാര്യം നമ്മൾ വൻപയറാണ് ചേർത്തിരിക്കുന്നത്. അതിൻ്റെ ആ ചുമല കളർ കൂടിയുണ്ട്. നമ്മൾ പയർ ചേർത്തില്ലെങ്കിൽ പ്യുവർ വൈറ്റ് ആയിരിക്കും ഓലൻ. നമ്മൾ മത്തൻ വേണമെങ്കിൽ ഇതിന് ചേർക്കാം. അതായത് ഈ ഓലൻ ചെയ്യുമ്പോഴത്തേക്കും ഇളവിന് പകരം നമ്മൾ മത്തൻ ഉപയോഗിക്കാം. അന്നേരം ആ മത്തൻ്റെ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ അത് ഫേവറേറ്റ് ആയിട്ടുള്ളവർക്ക് അത് നമുക്ക് ചേർക്കാം. ആകാറായിരിക്കുകയാണ്. നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുകയാണ്. അവസാന ഘട്ടമായിരിക്കുകയാണ്. ഇത് തലപ്പാൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ തേങ്ങാപ്പാൽ ആദ്യത്തെ ഒറ്റപ്പാൽ എടുത്ത് കട്ടിയിലെടുത്ത് വെച്ചിരിക്കുകയാണ്. അത് നമ്മളിത് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കളറ് മാറി വരുന്നുണ്ട്. ഏതാണ്ട് കുറുക്ക് പരുവത്തിനായിരിക്കുകയാണ്. ഇനി ഇത് ശരിക്കൊന്ന് തിളയ്ക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. നമ്മുടെ ഡിഷ് റെഡിയാകുകയാണ്.
ഓലൻ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്കായിരിക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് വേപ്പില, വെളിച്ചെണ്ണ അത്രയും ചേർക്കാം. നമ്മുടെ വേപ്പില ചേർക്കുകയാണ്. വേപ്പില നിരത്തിയിട്ടു. അതിൻ്റെ മുകളിൽ വെളിച്ചെണ്ണ, നമ്മളിപ്പോൾ ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുകയാണ് ഇതിന്. നമ്മുടെ ഓലൻ തയ്യാറായിരിക്കുകയാണ്. നമുക്ക് ഓഫ് ചെയ്യാം. നമ്മുടെ ഓലൻ തയ്യാറായിരിക്കുകയാണ്. ഈ ഓണക്കാലത്ത് നിങ്ങൾക്ക് വീട്ടിൽ പരീക്ഷിച്ച് നോക്കാവുന്ന ഒരു ഐറ്റമാണിത്. ഇത് നമ്മൾ സദ്യക്ക് സാധാരണയായിട്ട് കൊടുക്കുന്നത്, കഴിക്കുന്നതും ആയിട്ട് കാളൻ്റെ കൂടെ ഒരു സൈഡായിട്ട് ചേർക്കുന്നതാണ്. കാളം കഴിക്കുമ്പോഴത്തേക്കും പുളി ഉണ്ടെങ്കിൽ ഈ ഓലൻ അങ്ങോട്ട് കഴിക്കുമ്പോഴത്തേക്കും അതിൻ്റെ പുളി അങ്ങോട്ട് മാറുന്നതാണ്. ഈ ഓലൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നിങ്ങൾക്ക് വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.